ഹാപ്പി നിക്കാഹ് ആനിവേഴ്സറി. എന്താ ആനിവേഴ്സറി? നിക്കാഹ് ആനിവേഴ്സറി. സത്യം പറഞ്ഞാൽ ഞാൻ നോർമലി എല്ലാ യൂട്യൂബ് വീഡിയോ എടുക്കുമ്പോഴും ഒറ്റ ടേക്കിലാണ് ഞാൻ വീഡിയോ എടുത്തു പോകുന്നത്. ഞാൻ ഇതേവരെ വീഡിയോ എനിക്ക് റീടേക്ക് എടുക്കേണ്ടി വന്നില്ല. അല്ലെങ്കിൽ വീഡിയോ സ്റ്റോറേജ് തീർന്നിട്ട് എനിക്ക് രണ്ടാമത് വീഡിയോ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് ഇതുപോലെ ഒരവസ്ഥ എനിക്ക് വന്നിട്ടില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഈ അലമാര പോലും ഒരു വീഡിയോ എടുക്കുന്നതിന് മുന്നേ ബാക്ക്ഗ്രൗണ്ട് മൊത്തം നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറ്. ബട്ട് ദെൻ ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് അവസ്ഥ. ഇതാണ് അവസ്ഥ എന്നല്ല, ചില ദിവസം അങ്ങനെയാണ്. അപ്പോൾ ടുഡേ ഈസ് 16th February 2026. 16th February 2025 എൻ്റെ ആ മഹത്തായ മുഹൂർത്തം കഴിഞ്ഞത്, എൻ്റെ നിക്കാഹ്. ഞാനിപ്പോഴും ഓർക്കുന്നു ഈ സമയം. ഇപ്പോൾ ടൈം എത്ര? ഉച്ചയായി. ഉച്ചയ്ക്ക് കൈ കൊടുക്കുന്ന സമയമാണിത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഉപ്പാക്ക് ഷിബിലി കൈ കൊടുക്കുന്ന സമയമാണ് ഇത്. ആൻഡ് ഞാൻ കാറിൽ ഇരിക്കുവാണ്, വെരി എക്സൈറ്റഡ്. ബിക്കോസ് എനിക്കിഷ്ടമുള്ള ആളെ ഞാൻ നിക്കാഹ് കഴിക്കാൻ പോകുന്നു. അതിൻ്റെ അത്രയും സന്തോഷത്തിലാണ്. കൂട്ടുകാരുണ്ട്, ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും വന്ന് അത്രയും സന്തോഷകരമായി ചിലവഴിച്ച ഒരു ദിവസമാണത്. അപ്പം അതൊക്കെ ഞാനിങ്ങനെ ഓർത്തു. ബട്ട് ഓർക്കാൻ അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് വിധിച്ചിട്ടില്ല. ലൈഫ് ഡസൻ ഗോ ആസ് പ്ലാൻഡ് എന്ന് പറയുന്ന പോലെ. ഒരു വർഷം തികഞ്ഞില്ല, അതിനു മുന്നേ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടി വന്നു. കുറേയെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ. എവിടെ തുടങ്ങും, എവിടെ പറഞ്ഞു തീർക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്, ഫസി ഇതെപ്പോഴാണ് നിർത്തുന്നതെന്ന്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, ഫസി ഇത് ഉടനെ നിർത്തും. പക്ഷേ എല്ലാം പറഞ്ഞു തീർക്കുന്ന ഒരു ടൈം എനിക്ക് വരും. അത് വളരെ ഉടനെയാണ്. പറഞ്ഞു തീർത്ത് ഞാൻ നിർത്തും. ഫോർ ഫോർ മൈ ബെറ്റർ ലൈഫ്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങി, ഫസി ഇത് വിടാൻ സമയമായി, ഇതിനെപ്പറ്റി സംസാരിക്കാൻ നിർത്തേണ്ട സമയമായി. അങ്ങനെ നിർത്തി എൻ്റെ വിഷയത്തിൽ നിർത്താൻ പോയപ്പോഴാണ് അതാ പുതിയ കഥ വരുന്നത്. എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ ഷിബിലി പോയത്. സോ എനിക്കതിനും അത്ഭുതം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്ഭുതമല്ല. ഐ തോട്ട്, എന്താണ് പഠിച്ചോനെ, എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. എത്രയെന്ന് വെച്ചിട്ടാ ഒരാൾ സഹിക്കുക, അല്ലേ? സോ അത് വിട്, നമുക്ക് വിഷയത്തിലോട്ട് കടന്നു വരാം. നിക്കാഹ് ലാസ്റ്റ് ഇയർ ഞാൻ ഓർക്കുന്നു, ഇൻസ്റ്റയിൽ ഞാനിങ്ങനെ സ്റ്റോറി ഇട്ടപ്പോഴത്തേക്കും, നിക്കാഹാന്ന് പറഞ്ഞ സ്റ്റോറി ഇട്ടപ്പോഴത്തേക്കും ഒരു 2-3 ദിവസം മുന്നേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മൈലാഞ്ചി ഇടുന്നു, അതാവുന്നു ഇതാവുന്നു, മൊത്തം തിരക്ക് ബഹളം. അപ്പം എൻ്റെ ഇൻസ്റ്റയിൽ മൊത്തം മാഷാ അല്ലാ മബ്രൂക്ക് എന്നുള്ള കുറേ കമൻറ്റും ഇതൊക്കെ നിറഞ്ഞിരുന്നു. ഐ വാസ് വെരി ഹാപ്പി. കാരണം നമുക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ നിക്കാഹ് കഴിക്കുന്നത്. ഇപ്പം ഇൻസ്റ്റ തുറക്കുമ്പോഴത്തേക്കും മൊത്തം ഒളിച്ചോടി, ഫസ്മിനയുടെ മുൻ കാമുകൻ, ഫസ്മിനയുടെ മുൻ ഭർത്താവ്, കാമുകനല്ല സോറി, മുൻ ഭർത്താവ് ഒളിച്ചോടി, ഫസ്മിനയുടെ മുൻ, എല്ലാത്തിനും മുന്നിൽ ഫസ്മിനയുടെ മുൻ എന്നൊരു വാക്ക് നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് വെരി ട്രോമറ്റൈസിങ് സത്യം പറഞ്ഞാൽ. കാരണം നല്ല പ്രവൃത്തിയിലൊന്നും അല്ലല്ലോ ഫസ്മിനയുടെ പേര് വന്നേക്കുന്നത്. വേറെ ഒരാൾ ചെയ്തേക്കുന്ന നല്ല പ്രവൃത്തിക്കല്ല. ഞാൻ എന്ത് പഴച്ചു എന്നെനിക്കറിയത്തില്ല. വേർ ഡിഡ് ഐ ഗോ റോങ് എന്നെനിക്കറിയത്തില്ല എൻ്റെ പേര് ഇതിലോട്ട് വരാൻ. ഐ നോ, ഇത് നമ്മളങ്ങനെ അറിയത്തുള്ളൂ. നമ്മളൊരാളെ അറിയുമ്പോഴത്തേക്കും, പുള്ളീനെ ആർക്കും അറിയത്തില്ലായിരുന്നു, ഞാൻ വഴിയാണ് പുള്ളീനെ നിങ്ങളെല്ലാവരും കാണുന്നത്. അപ്പോൾ പുള്ളി ചെയ്യുന്ന ചെറ്റ പരിപാടികൾക്കൊക്കെ ഫസ്മിനയുടെ മുന്നെന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. സോ അതുകൊണ്ടായിരിക്കും ഫസ്മിനയുടെ മുൻ ഭർത്താവ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ. എനിക്കറിയാം, ഒരു പോയിന്റ് വരെ നമുക്ക് ഈ സൊസൈറ്റീനെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് പറയാനുള്ളത്, ഈ കളിയാക്കുന്നവരോട്, കുത്തുന്നവരോട്, എല്ലാവരോടും, നിങ്ങൾ ഈ ബാക്കി ഇരുന്ന് പുച്ഛിക്കുന്ന ആൾക്കാർ, പുച്ഛിക്കുന്ന, ചിരിക്കുന്ന, ഫസ്മിനയുടെ മുൻ ഭർത്താവ് ഒളിച്ചോടി എന്ന് പറയുന്ന കമൻറ്റിൽ സഹതാപത്തോടെ പറയുന്ന ആൾക്കാരുണ്ടാവും, പുച്ഛത്തോടെ പറയുന്ന ആൾക്കാരുണ്ടാവും, ഇവക്കിത് വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഇതിനൊന്നും ഞാൻ റിയാക്റ്റ് ചെയ്യില്ല. പക്ഷേ എനിക്കൊരു ഇതേ ഉള്ളൂ, നിങ്ങൾക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് നോബഡി ഷുഡ് ഗോ ത്രൂ ദിസ് ട്രോമ. ആരും ഇത് അർഹിക്കുന്നില്ല. ഈവൻ എനിക്കിഷ്ടമില്ലാത്ത കുറേ പേരുണ്ട് ലൈഫിൽ, അവർ പോലും ഈ ഒരു വേദന അർഹിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മയാണ്, ഈ ഒരു ബുദ്ധിമുട്ട് ആർക്കും ജീവിതത്തിൽ വരല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിലുപരി എന്നെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അവരുടെ പേര് എടുത്തു പറയാനാണെങ്കിൽ എൻ്റെ കുറേ ഇഷ്ടം പോലെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഹണി, തനു, അങ്ങനെ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്തിനും കൂടെ നിൽക്കുന്ന ഫാമിലി, സിസ്റ്റർ റുക്സ. അപ്പം നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ലൈക്ക്
ആം, ഇഷ്ടംപോലെ മെസ്സേജ് എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറേ പേര് അയച്ചു. ഫസി ഓക്കെ ആയിട്ടിരിക്കണം. നിങ്ങൾ ഇടുന്ന എഫേർട്ട് ഉണ്ടല്ലോ, ലൈക്ക് ഇത്രയും വലിയ പാരഗ്രാഫ് അയക്കാൻ എനിക്കറിയാം നിങ്ങൾ എന്തുമാത്രം ചിലപ്പോൾ തിരക്കിലൊക്കെ ഇരുന്നിട്ടായിരിക്കും എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അവരോടെല്ലാം ഞാൻ നിങ്ങളുടെ മെസ്സേജെല്ലാം കാണുന്നുണ്ട്. ഐ സീ യു. ആൻഡ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് അത്രയും നന്ദിയുണ്ട് നിങ്ങളോടെല്ലാവരോടും. എനിക്ക് എല്ലാത്തിനും റിപ്ലൈ തരാൻ പറ്റിയെന്ന് വല്ല നിങ്ങൾ വിചാരിക്കല്ല് എനിക്ക് ജാടയാണെന്ന്. എനിക്ക് പറ്റാത്ത ഒരു സാഹചര്യം, ആൻഡ് മെൻ്റലി ഞാൻ അത്ര ഓക്കെ അല്ല. ഞാൻ അറിയാത്ത ആൾക്കാരോട് എനിക്ക് സംസാരിച്ച് ഓക്കെ ആയിട്ടിരിക്കാൻ പറ്റിയൊരു ഇതല്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. ബട്ട് ഐ റിയലി സീ ഓൾ ദ മെസ്സേജസ്. ആൻഡ് അത് വായിക്കുമ്പോൾ കുറേ സമാധാനം സന്തോഷമൊക്കെ കിട്ടാറുണ്ട്. അപ്പം ഇന്ന് വളരെ ഇതായിട്ട് ഞാൻ എൻ്റെ അലമാര തുറന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ അലമാര തുറന്ന് ഞാൻ ആ അലമാര തുറക്കാറില്ല സത്യം പറഞ്ഞാൽ. അവിടെ ആ ഇരിക്കുന്ന മൂന്നാമത്തെ അലമാരയാണ്, ഞാനത് തുറക്കാറില്ല. അത് തുറന്നപ്പോഴത്തേക്കും എൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സ് ഞാൻ കണ്ടു. റെഡ് ഡ്രസ്സ്. ഞാനത് ആ അന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആൻഡ് ഐ ഹാഡ് കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അതായത് ഈ വർഷം ആകുമ്പോഴത്തേക്കും 1 ഇയർ ആകുമ്പോഴത്തേക്കും ആ നിക്കാഹ് ഡ്രസ്സ് ഇട്ട് ഒരു റീല് റീക്രിയേറ്റ് ചെയ്യാനൊക്കെ ഞാൻ പണ്ടേ സേവ് ചെയ്ത് വെച്ചിരുന്നു. എനിക്കിങ്ങനെ കുറേ ഫാൻറ്റസി എന്നല്ല ഞാൻ പറയുന്നത്, കുറേ ആഗ്രഹങ്ങളുണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള ആളുടെ. ഇന്നത് ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം, ഇതൊക്കെ സെറ്റാക്കണം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാറ്റി വെച്ചായിരുന്നു ആ ഡ്രസ്സ്. ഇപ്പോൾ എനിക്ക് ആ ഡ്രസ്സ് നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. ആൻഡ് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര്, മീൻസ് ഫിനാൻഷ്യലി അത്ര ബാക്ക്ഗ്രൗണ്ട് ഓക്കെ അല്ലാത്തവരും, പിന്നെ എൻ്റെ ഇൻസ്റ്റയിലാണേലും എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു ആ ഡ്രസ്സൊന്നും തരുമോ നിക്കാഹിനിടാൻ വേണ്ടിയിട്ടാണ്. പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഡ്രസ്സ് കൊടുക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ ഡ്രസ്സ് കൊടുത്ത് പിന്നെ അവരുടെ ലൈഫിലൊരു ട്രോമ വരരുത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നം വരരുത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ബാധിക്കും. ബിക്കോസ് ചിലർക്ക് ലക്കി ചാം എന്ന് പറയുന്ന പോലെ എനിക്ക് ആ ഡ്രസ്സിനെ കാണുന്ന ഒരു അൺലക്കി ചാമായിട്ട്, ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ കൊടുത്തുകൊണ്ട് അവരുടെ ലൈഫിൽ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെയുള്ള ഓവർ തിങ്കിങ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഡ്രസ്സ് കൊടുക്കാണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. ഞാൻ റെൻറ്റിനും കൊടുക്കാറില്ല, എവിടെയും കൊടുക്കാറില്ല. അങ്ങനെ ഞാൻ ആ ഡ്രസ്സ് അതേപോലെ വെച്ചേക്കുന്നത്. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് ആ ഡ്രസ്സ് എനിക്കൊരു ട്രോമയാണ്. അതുകൊണ്ടാണ് ഞാൻ ആർക്കും കൊടുക്കാത്തത്. ബിക്കോസ് ലൈഫിൽ എന്ത് ചെറിയ കാര്യവും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതെൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആണെങ്കിൽ പോലും ഞാൻ അത്രയും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മിഡ് വേ ബ്രേക്കായി. ഇപ്പം അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ലെന്ന് എനിക്കറിയാം. ബട്ട് അതാണ്. പിന്നെ എനിക്ക് വരുന്നൊരു സംഭവമാണ്, ഏറ്റവും കൂടുതൽ ഈ ടൈമിൽ വന്നതാണ്. ഫസ്മിനാക്ക് കർമ്മ കിട്ടിയെന്ന് കുറേ കമൻറ്റ് ഞാൻ കണ്ടു. എന്താണ് കർമ്മ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചെയ്ത എന്ത് മിസ്റ്റേക്കിനാണ് എനിക്ക് കർമ്മ കിട്ടിയത്? ഞാൻ ലൈഫിൽ ആരെയും ഇതുവരെ ഞാനൊരു റിലേഷൻ ഞാൻ ഇട്ടേച്ച് പോയിട്ടില്ല. എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ വേറെ ആളുടെ കൂടെ പോയിട്ടോ അങ്ങനെ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ നിന്ന് ഒരാളും ഇറങ്ങി പോയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ ആരുടെയും കൂടെ പോയിട്ടോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ചാറ്റ് നോക്കിയിട്ടോ എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ഒരു റിലേഷൻ നിന്നിട്ടുണ്ടെങ്കിൽ പബ്ലിക്കലി വരാം. ആൻഡ് നിങ്ങൾ ഈ പറയുന്ന കർമ്മ എന്ന് പറയുന്ന സംഭവം തൊപ്പിയുടെ കാര്യത്തിലാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇതേ വ്യക്തി എന്നെപ്പറ്റി എന്തെങ്കിലും മോശം എവിടെയെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് തിങ്ക് ഫ്രം ബേസിക് നോളജ്. ഓക്കെ, ഈ പറയുന്നത് മണ്ണുണ്ണി പാൽക്കുപ്പി പിള്ളേരാണോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയുവാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. കഴിഞ്ഞ ദിവസം പോലും ലൈവിൽ അത്രയും റെസ്പെക്റ്റ്ഫുള്ളി ആണ് എന്നെപ്പറ്റി ആ പുള്ളി പറഞ്ഞത്. ആൻഡ് ഞാനും അതേ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഷിബ്ലിയുടെ കാര്യം ഞാൻ ഇത്രയും വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇത്രയും നാളായിട്ട് എവിടെയെങ്കിലും തൊപ്പി എന്ന് പറയുന്ന വ്യക്തിനെ പറ്റി ഞാൻ എവിടെയെങ്കിലും മോശമായിട്ട് പറയുമോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇൻ്റർവ്യൂ കൊടുക്കാനോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സംസാരിക്കുമോ, എൻ്റെ എന്തെങ്കിലും ചാറ്റോ അവൻ എന്നെ പറ്റിച്ചിട്ട് പോയി, തൊപ്പിനെ പറ്റിച്ചു, തൊപ്പിനെ ഇതാക്കി എന്ന് ഞാൻ എവിടെയും ആരോടും പറഞ്ഞിട്ടില്ല. ബിക്കോസ് അങ്ങനെ ഒരു സംഭവമില്ല. ഐ ഹാവ് ദിസ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ ഹിം. ഇപ്പോഴാണെങ്കിൽ പോലും ഞങ്ങൾ അത്രയും ഡീസൻ്റ് ആയിട്ടാണ് ഞങ്ങളുടെ റിലേഷൻ നിർത്തിയത്. ചില കാര്യങ്ങൾ ഒത്തു പോകത്തില്ല, അതുകൊണ്ട് നിർത്തിയെന്ന് വെച്ച് അവൻ വേറെ ആളുടെ കൂടെ പോയി അല്ലെങ്കിൽ അവൻ വേറെ ആളുടെ കൂടെ പോയി എന്നല്ല അതിൻ്റെ അർത്ഥം. അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ പുള്ളിക്കില്ലാത്ത പ്രശ്നമാണ് ഇപ്പോഴും ആൾക്കാർക്ക്. പുള്ളി എന്നെ പറ്റി ഇതുവരെ മോശം എവിടെയും പറഞ്ഞിട്ടില്ല, ഞാനും പുള്ളിനെ പറ്റി മോശം പറഞ്ഞിട്ടില്ല. അപ്പം ഇനിയും നിങ്ങൾക്ക് അത് വലിച്ചഴിക്കണോ, ഞാൻ കർമ്മ എനിക്ക് കിട്ടിയതാണ് നിങ്ങൾക്ക് വലിച്ചഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെ വന്നാലും ചെയ്താലും ഞാനിത് റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ പെട്ടെന്ന് സ്റ്റക്കായി, സോറി. എൻ്റെ അടുത്ത് കുറേ പേര് പിന്നെ പറഞ്ഞു, ഇനി നീ പ്രേമിക്കരുത്, ഇനി നീ റിലേഷൻ ആവാൻ നിൽക്കരുത്, നിനക്ക് നടക്കത്തില്ല, പറ്റത്തില്ല, നീ വേറെ ആളെ നോക്കണ്ട.
വൈ? എന്തുകൊണ്ട്? ഞാൻ എന്തിന് എന്നെ പറ്റിച്ച ഒരാളെ ഓർത്ത് ഞാൻ ജീവിതകാലം മൊത്തം കളയണം എന്നാണ് നിങ്ങൾ പറയുന്നത്? നെവർ, ഐ വുഡ് നെവർ ഡു ദാറ്റ്. ഇഷ്ടം പോലെ ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് മെൻ ഔട്ട് ദർ. ഇഷ്ടം പോലെ നല്ല ആണുങ്ങളുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് പൊന്നു പോലെ വേറെ ഒരാളുടെ കൂടെ പോകാണ്ട് നോക്കുന്ന ഇഷ്ടം പോലെ ആണുങ്ങളുണ്ട്. അപ്പം എന്തുകൊണ്ട് എന്നെ ഒരാൾ പറ്റിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ എൻ്റെ ലൈഫ് വേസ്റ്റ് ചെയ്യണം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ആം അറ്റ് എ വെരി യങ് ഏജ് ഇൻ ലൈഫ്. അപ്പോൾ എനിക്കിനി ലൈഫ് ഇഷ്ടം പോലെ മുന്നോട്ടുണ്ട്. ആൻഡ് എന്തുകൊണ്ട് ലൈഫിൽ ഒരാളുണ്ടെങ്കിൽ ലൈഫ് അത്രയും ബെറ്റർ ആവും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഐ ലവ് എ കമ്പാനിയൻ ഇൻ മൈ ലൈഫ്. എനിക്കെപ്പോഴും ഒരാൾ എൻ്റെ കൂടെ അടിപൊളിയായിട്ട് പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ ഐ വിൽ ഒബ്വിയസ്ലി ഫോൾ ഇൻ ലവ്, ഐ വിൽ ഒബ്വിയസ്ലി ഗെറ്റ് മാരീഡ്. ഞാൻ ഈ മണ്ണുണ്ണീനെ ഓർത്ത് ഞാനിരുന്ന് കരഞ്ഞ് കുറേ ടൈം ഞാൻ കളഞ്ഞു. ഇനി ഞാനത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയ കാര്യമാണ്, ഒരു പട്ടീനെയും വിശ്വസിക്കരുത്. ഒരു പട്ടീന്ന് വെച്ചാൽ ഒരു പട്ടീനെ പോലും, കുടുംബം അല്ലാണ്ട് ഒരാളെ ഞാൻ വിശ്വസിക്കില്ല. കുടുംബം എന്ന് പറഞ്ഞാൽ പോലും കുടുംബത്തിൽ പോലും ഞാൻ ആൾക്കാരെ വിശ്വസിക്കില്ല. എൻ്റെ വാപ്പ, ഉമ്മ, ഇത്ത, ഇതാണ് എൻ്റെ ഫാമിലി. ഈ ഫാമിലിയുടെ പുറത്തോട്ട് വേറെ ആളെ ഞാൻ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാളെ മനസ്സിലാവും. കാരണം ഞാൻ ആരോടാണ് എൻ്റെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്തിട്ടുള്ളത് അവരെനിക്ക് പണി തന്നിട്ടുണ്ട്. എൻ്റെ ട്രോമ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തേക്കുന്ന ആൾക്കാർ തന്നെ എന്നെ അത്രയും ട്രോമറ്റൈസ് ചെയ്തു. ഞാൻ ഇപ്പോൾ തന്നെ സഫയുടെ കാര്യം ഞാൻ അറിഞ്ഞത്, ഞാൻ കുറച്ച് നേരം, ഞാൻ എറണാകുളത്തോട്ട് പോകുന്ന വഴിയാണ് ഞാൻ ഈ കാര്യം അറിഞ്ഞത്. ഞാൻ അറിഞ്ഞതും ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ കുറച്ച് നേരം ഇരുന്നു. എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഞാൻ എപ്പോഴൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ അറിയുന്നുണ്ടോ അതിൻ്റെ അപ്പോഴൊക്കെ എൻ്റെ ചുറ്റും ക്രൗഡ് കാണും. അതാണ് വേറൊരു പ്രശ്നം. ആൻഡ് ക്രൗഡ് ഉള്ളതുകൊണ്ട് തന്നെ പബ്ലിക്കലി ആയതുകൊണ്ട് നമുക്ക് ഇത് പുറമെ കാണിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു വൃത്തികെട്ട കോപ്പിലെ അവസ്ഥയായിരുന്നു എനിക്കന്ന്. ആൻഡ് ഇത് സംഭവിക്കുന്നത് വാലൻറ്റൈൻസ് ഡേയുടെ അന്നാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. ദ ഡേ ഓഫ് ലവ്. ആ ഡേ ഓഫ് ലവ് എന്ന് പറയുന്ന ദിവസം ദ ഡേ ഓഫ് ട്രോമയായിപ്പോയി എനിക്ക്. അത്രയും ഇടങ്ങേറിൽ പെട്ടുപോയി ഞാൻ. ഇങ്ങനെ എൻ്റെ ലൈഫിലുള്ള എല്ലാ സ്പെഷ്യൽ ദിവസങ്ങളിലും എനിക്കത് സംഭവിക്കാറുണ്ട്. ഐ ഡോണ്ട് നോ വൈ. എൻ്റെ ബർത്ത്ഡേ, ഇപ്പോൾ ദേ വാലൻറ്റൈൻസ് ഡേ, ഇപ്പോൾ ദേ നിക്കാഹിൻ്റെ അന്ന് ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ, അങ്ങനെ എനിക്ക് സ്പെഷ്യലായിട്ടുള്ള എല്ലാ ദിനങ്ങളും കരിദിനമാക്കി ഞാൻ സെലിബ്രേറ്റ് ചെയ്യേണ്ട അവസ്ഥയായി. ആൻഡ് സത്യം പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ് ഹാസ് റിബ്ഡ് മൈ സോൾ. എൻ്റെ ജീവൻ ഇല്ലാണ്ടാക്കി കൊണ്ടുപോയ രണ്ട് സംഭവങ്ങളാണ് കൂട്ടുകാരും പ്രണയവും. രണ്ടും കൂടെ ഒരുമിച്ചാണ് എനിക്ക് പോകുന്നത്. അതിൽ എനിക്ക് വരുന്ന നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടാണ്. ഒന്ന്, ഞാൻ വിശ്വസിച്ച കൂട്ടുകാരും, രണ്ട്, ഫോർ എവർ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച ആളുമാണ് എനിക്ക് നഷ്ടമായത്. അപ്പം ഇത് രണ്ടും കൂടെ ഒരു ടാലി ആവത്തില്ല. മനസ്സിലായോ? എനിക്കെന്താ പറയണമെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഇതായിപ്പോയി. പിന്നെ ഞാൻ തെളിവുകൾ നിരത്തി ഞാൻ എവിടം വരെ നിരത്തുമെന്ന് വരെ ഞാനിരുന്ന് ആലോചിച്ച് പോയി. എന്തുമാത്രം ഞാനിരുന്ന് നിരത്തി. എനിക്കിത് എവിടെ നിന്നാണ് തുടങ്ങി അവസാനിപ്പിക്കേണ്ടതെന്ന് അറിയാത്ത സ്റ്റേജ് ലെവലിലായിപ്പോയി ഞാൻ. ബിക്കോസ് ഐ മീൻ ദ മിഡ് വേ. എനിക്കിത് തീർക്കാണ്ട് വേറെ വഴിയില്ല. ബിക്കോസ് ഞാനിത് തുടങ്ങി വെച്ച കാര്യമാണ്, ഞാനിത് പറഞ്ഞ് തുടങ്ങി വെച്ച കാര്യമാണ്. സോ എനിക്കിത് തീർക്കേണ്ട ബാധ്യസ്ഥ ഇത് കാണുന്നവർ നിങ്ങളോടും ഉണ്ട്, എന്നോടും ഉണ്ട്. അതാണ് അതിൻ്റെ ഒരിത്. പിന്നെ ഈ പുണ്യാളനായ ആത്മാവ് നിക്കാഹിൻ്റെ എൻ്റെ മെഹർമാല എടുത്ത് പണയം വെച്ചായിരുന്നു. ആ മാല ഞാൻ തിരിച്ചു പോയി എടുത്തു. അപ്പോൾ ആ മാല തിരിച്ചെടുത്തപ്പോഴത്തേക്കും കുറച്ച് പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പൈസ പോയി എങ്കിൽ പോലും കുഴപ്പമില്ല. ഗോൾഡിന് റേറ്റ് കൂടി നിൽക്കുന്ന സമയമായിരുന്നു. ഞാൻ ആ മാല എടുത്ത് എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചു. ഞാനതൊന്ന് ഇട്ടു. എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ആ മാല കഴുത്തിലൊന്ന് ഇട്ട്. എനിക്കപ്പം എൻ്റെ നെറ്റിയൊക്കെ വിയർക്കാൻ തുടങ്ങി. എനിക്ക് ആ മാല ഇടാൻ പറ്റുന്നില്ല. ഞാൻ അപ്പം തന്നെ സ്പോട്ടിൽ മാല കൊണ്ട് വിറ്റു. ബിക്കോസ് എനിക്കത് കൊണ്ടു നടക്കാൻ പറ്റാത്തൊരു ഇതായിപ്പോയി. ആൻഡ് എനിക്കറിയാം ഗോൾഡിൻ്റെ വില കൂടുകയാണ്, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്താൽ പൈസ കിട്ടും, നഷ്ടത്തിലാവത്തില്ല എന്നൊക്കെ. പക്ഷേ എനി ഡേ ട്രോമ കളയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് ഗോൾഡ് ആണെങ്കിലും എന്താണേലും നമ്മൾ ആ ട്രോമ അങ്ങ് ഒഴിവാക്കിയേക്കണം. നമ്മളത് തലയിൽ വെച്ചിട്ട് ബാക്കി നേട്ടങ്ങൾക്ക് പോകരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. സോ എനി ഡേ ട്രോമ ഗെറ്റിംഗ് ഓവർ ഗോൾഡ്. എൻ്റെ പൊന്നോ. പിന്നെ എന്താ പറയാന്നുള്ളതെന്ന് വെച്ചാൽ, നിക്കാഹിൻ്റെ അന്ന് എനിക്ക് അവൻ്റെ കുടുംബം മീൻസ് അവൻ്റെ ഫാമിലി എനിക്ക് നിക്കാഹിന് ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു. നിക്കാഹ് കഴിഞ്ഞിട്ട് മുസ്ലിംസിന് ഇങ്ങനെ ഡ്രസ്സ് കുറേ കൊടുക്കുമല്ലോ. അപ്പോൾ അവർ തന്ന ഡ്രസ്സ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. എൻ്റെ അലമാരയിൽ ഏതോ ഒരു മൂലയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്യാൻ പോലും, അത് സൈസ് എക്സൽ ആയിരുന്നു. അത് എനിക്ക് അളവ് ചുരുക്കാൻ പോലുള്ള ഗ്യാപ്പ് ഈ വൃത്തികെട്ടവൻ എനിക്ക് തന്നിട്ടില്ല ജീവിതത്തിൽ. അത്രയ്ക്കും ഞാൻ അനുഭവിച്ചു ഇവൻ്റെ കൂടെ. എൻ്റെ പടച്ചോനെ, എനിക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. കുടുംബക്കാർ തന്ന ഡ്രസ്സ് ഇട്ടിട്ട് എവിടെ പോകാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായി. പിന്നെ ഇന്നത്തെ ദിവസം പ്രിയതമന് ഒരു വാറൻറ്റിയും കൂടെ വന്നിട്ടുണ്ട്, അറസ്റ്റ് വാറൻറ്റ് വന്നിട്ടുണ്ട്.
കോർട്ടിലെ കേസിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ദിവസം തന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ആൻഡ് ഐ വാസ് വെരി പ്രിപ്പയർഡ്. ഞാൻ ഒരു മാസം മുന്നേ ഈ ദിവസം ഞാനിങ്ങനെ ഇടയ്ക്ക് ഞാനിങ്ങനെ ആലോചിക്കും, എനിക്ക് എന്തെങ്കിലും ഈ ദിവസം എന്തായാലും വരുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിക്കാഹിന് ഈ നാറിക്ക് കോട്ടും സൂട്ടും കുപ്പായം തയ്ക്കാൻ ഞാൻ ഡ്രസ്സ് കൊടുത്തത്, ഞാൻ പൈസ കൊടുത്ത് ഇവനെയും ഇവൻ്റെ വീട്ടുകാരെയും കൊണ്ടുവരാൻ ബസ് ഇങ്ങോട്ട് എൻ്റെ നാട്ടിലോട്ട് എത്തിക്കാൻ അതിനും ഞാൻ പൈസ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി, എൻ്റെ നാട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി. അവനിപ്പോൾ എന്നെ നിരക്കിയ അവസ്ഥയായിപ്പോയി. സൈഡാക്കിയെന്നൊന്നും പറഞ്ഞ പോലെ എന്നെ അങ്ങ് ശൂന്യാകാശത്തോട്ട് വിടുന്ന പോലെ അവൻ എൻ്റെ ജീവിതം ആക്കി മാറ്റി. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കും. ലൈക്ക് വണ്ടിക്ക് ഞാൻ പൈസ കൊടുത്തു, 30,000 രൂപ കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞ് 40,000 രൂപ കൊടുത്തു. ഇതെല്ലാം കൊടുത്തത് ഞാൻ എൻ്റെ വീട്ടിൽ അറിയിച്ചില്ല. നിക്കാഹിൻ്റെ ടൈമിൽ, നിക്കാഹിൻ്റെ അന്നാണ് ഞാൻ ഈ പൈസ കൊടുക്കുന്നത്. ഇത് വീട്ടിൽ അറിയിച്ചെങ്കിൽ എനിക്കറിയത്തില്ലായിരുന്നു എന്താവുമെന്ന്. അത് കഴിഞ്ഞ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനിത് എൻ്റെ റുക്സായുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും റുക്സ വണ്ടി ഇടിപ്പിച്ച് എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ. അമ്മാതിരി ഇതാണ് അവളെന്നെ അന്ന് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ തന്നെ ഫോൺ പോലും നിലത്ത് പോയി. പിന്നെ നിങ്ങൾ ആലോചിക്കണം, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്ത് ഞാൻ സമാധാനക്കേട് വരുത്തി വെച്ച പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നമ്മൾ പൈസ കൊടുത്ത് സമാധാനക്കേട് ഉണ്ടാക്കത്തില്ലേ, ആ ഗതികേടാണ് എൻ്റെ ജീവിതത്തിലോട്ട് ഞാൻ വരുത്തി വെച്ചത്. ആൻഡ് ദ ബിഗ് ലെസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിക്കാഹ് കഴിക്കുകയാണ്, കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരാൾ മാത്രം എഫേർട്ട് ഇടുന്നു എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. നിങ്ങൾ മാത്രമാണ് നിക്കാഹിന് ഫാൻറ്റസി ഡ്രീമും വീഡിയോ എടുക്കണം, അതാക്കണം ഇതാക്കണം, കുടുംബക്കാരെ വിളിക്കണം, എല്ലാം സെറ്റപ്പ് ആക്കണം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പൈസ നിങ്ങളാണ് മുടക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് സൂക്ഷിക്കണം. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അപ്പുറത്തുനിന്ന് എഫേർട്ട് വരുന്നില്ലെങ്കിൽ എന്തോ വലുത് വരാനുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വണ്ടർഫുൾ നിക്കാഹ് ഡേ വാർത്തകൾ. ആൻഡ് ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്തിരുന്ന എൻ്റെ വാർത്തകൾ. ഞാൻ ഈ വർഷം ഇതേ ദിവസം ഞാൻ ഇന്ന ആളുടെ കൂടെ ഇവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും എന്നാണ് വിചാരിച്ചത്. ആ ചിരി ഇനിയില്ല, ഇനി ഒരിക്കലും ഉണ്ടാവത്തുമില്ല. പക്ഷേ ഇൻഷാ അല്ലാ ആ ചിരി വേറെ ആളുടെ കൂടെ എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I hope love will find me in a way I'll never forget what love is. അത്രേ ഉള്ളൂ. മാൽഡീവ്സ് കപ്പലിൽ ഇരിക്കുന്ന സ്വപ്നമായിരുന്നു ഞാൻ കണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ റൂമിൽ കസേരയിലിരുന്ന് കറങ്ങുന്ന അവസ്ഥയായി. ഐ എം മെൻ്റലി ഡൺ ഇൻ ലൈഫ്. പിന്നെ അവൻ്റെ കൂടെ പോയവരോടും കൂടെ പോവാത്തവരോടും പോവാൻ നിൽക്കുന്നവരോടും എനിക്കറിയാവുന്നവരോടും അറിയാത്തവരോടും എൻ്റെ പ്രിയതമൻ കൊണ്ടുപോയല്ലോ, അവൻ്റെ ഈ മനസ്സ്, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കാണിക്കുന്ന മനസ്സിനോട് വല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് അവനോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, മോനെ നീ ജീവിതത്തിൽ നന്നായി വരട്ടെ. നീ നന്നായി വരും. വേറെ ആര് ജീവിതത്തിൽ നന്നായില്ലെങ്കിലും നീ നന്നായി വരും കുട്ടാ. അത്രേ ഉള്ളൂ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഈ വിശേഷങ്ങൾ പറഞ്ഞ് നിർത്തുവാണ്. പക്ഷേ ഇനി വേറെ ചില പ്രധാനപ്പെട്ട വിശേഷങ്ങളുമായി വളരെ ഉടനെ ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ആൻഡ് ആരും ഈ കുഴിയിൽ ഇനി പോയി പെടരുത്, ചാടരുത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.